മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നടൻ വിനായകൻ എന്ന പേര് പറയുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ആ ചിത്രം കൃത്യമായി തെളിഞ്ഞു വരും. ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ വൈറലാകുന്നു. ഇക്കഴിഞ്ഞ ദിവസം അയൽക്കാരെ തുണിപൊക്കി കാണിക്കുന്ന വിനായകന്റെ വീഡിയോ ആണ് വൈറലാകുന്നത്. ഒരു കൈലി മാത്രമാണ് വിനായകൻ ഉടുത്തിരിക്കുന്നത്. അടിവസ്ത്രമൊന്നും ഇട്ടിട്ടില്ല. കൈലി പറിച്ച് അയൽക്കാരെ തൻ്റെ ഉള്ളതൊക്കെ അയാൾ പൊക്കി കാണിക്കുന്നു. ഇമ്മാതിരി വൃത്തികേട് കാട്ടാൻ ആരാണ് വിനായകൻ ലൈസൻസ് കൊടുത്തത്? ഒരുപക്ഷെ ന്യായീകരണക്കാർ ഇപ്പോൾ ഇറങ്ങും. വിനായകൻ സ്വന്തം ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്നല്ലേ തുണി പൊക്കി കാണിച്ചത്? അതിനെന്താണ്? നിങ്ങൾ എന്തിനാണ് അങ്ങോട്ടേക്ക് നോക്കിയത് എന്നൊക്കെ ചിലപ്പോൾ ഇനി കമന്റുകൾ ഉയരും. അതുതന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിക്കുന്നത്. വിനായകൻ മുണ്ടുപൊക്കി കാണിച്ചു, അതിന്. വിനായകൻ സ്ത്രീകളെ അധിക്ഷേപിച്ചു, അതിന്. വിനായകൻ പച്ചത്തെറി വിളിച്ചു, അതിന്. വിനായകൻ സെക്യൂരിറ്റി ജീവനക്കാരെ മർദ്ദിച്ചു, അതിന്. അയാൾ ഇതൊക്കെ സ്ഥിരം ചെയ്യുന്നു. കുറെ പേർ ഇതൊക്കെ വീഡിയോയിലാക്കി സമൂഹ മാധ്യമങ്ങളിലിട്ട് വൈറലാക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയാകും. എന്നാൽ വിനായകനെതിരെ കേസെടുക്കാൻ പോലീസിനും ഭരണകൂടത്തിനും ഭയമാണ്. അയാളൊരു സിനിമാ നടനല്ലേ? ഇനി പലതും പച്ചക്കങ്ങ് വിളിച്ച് തെറിയാക്കി പറഞ്ഞാലോ? വിനായകന്റെ വൃത്തികേടുകൾ ഇപ്പോൾ ഒരു പുതുമയല്ലാതായിരിക്കുന്നു കേരളത്തിൽ. എങ്കിലും ഇക്കഴിഞ്ഞ ദിവസം അയാൾ സ്വന്തം ബാൽക്കണിയിൽ നിന്ന് അയൽക്കാരോട് തുണി പറിച്ചു കാട്ടി വിളിച്ചുകൂവിയ ആ പച്ചത്തെറിയുണ്ടല്ലോ, കേട്ടാൽ നമ്മുടെ കാത് പുളഞ്ഞു പോകും. നിലത്ത് കിടന്ന് ഉടുമുണ്ട് മാറ്റി തന്റെ ജനനേന്ദ്രിയങ്ങളൊക്കെ ഇയാൾ പച്ചയ്ക്ക് കാണിക്കുന്നു. 10 അവാർഡ് വാങ്ങിക്കൂട്ടിയിട്ടും എന്ത് കാര്യം? ഇതിനൊക്കെ ഒരു സംസ്കാരം കൂടി ഉണ്ടാവേണ്ടേ മനുഷ്യന്? വിനായകൻ എന്ന പ്രതിഭയെ പലപ്പോഴും മലയാളികൾ തലയിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ അതിലേറെ സമയം അയാളെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അയാളുടെ ഇതുപോലത്തെ വൃത്തികേടുകൾ കണ്ട്. സ്വന്തം ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ വെച്ചാണ് വിനായകൻ തുണി പറിച്ച് നഗ്നത കാട്ടിയത് എന്നൊക്കെ ഇനി വിശദീകരിക്കാം, അല്ലെങ്കിൽ ന്യായീകരിക്കാം. എന്നാൽ അയാൾ പറയുന്ന പച്ചത്തെറി ഇതൊക്കെ വീഡിയോയിലാക്കി അയൽക്കാർ തന്നെ പുറം ലോകത്തെത്തിച്ചതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി വിനായകന്റെ തനിനിറം കാണാൻ നമുക്ക് കഴിയുന്നു. വിനായകൻ പലപ്പോഴും വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഹൈദരാബാദ് എയർപോർട്ടിൽ വെച്ച് CISF ഇയാളെ തൂക്കിയെടുക്കുന്നത് നമ്മൾ വീഡിയോയിലൂടെ കണ്ടതല്ലേ? അന്ന് എയർപോർട്ട് ജീവനക്കാരെ ഇയാൾ തെറി പറയുകയും മർദ്ദിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. പക്ഷേ ചെന്ന് വീണത് നേരെ CISFന്റെ കയ്യിൽ. അവർ തൂക്കിയെടുത്തു. കൈ ചുരുട്ടിയതേ ഉള്ളൂ. വിനായകനതാ ചുരുണ്ടുകൂടിയൊരു മൂലയ്ക്ക്. ഉപദ്രവിക്കരുതേ സാറേ. ഹൈദരാബാദ് വഴി ഗോവയിലേക്ക് പോവുകയായിരുന്നു നടൻ വിനായകൻ. മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പിന്നീട് പോലീസ് വിശദീകരിച്ചത്. കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ് വഴി ഗോവയിലേക്കുള്ള യാത്ര. ജയിലർ ഫെയിമാണ് എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. സംഗതി CISF ആണ്. അവരുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഒടുവിൽ കാറിക്കൂവി ഒരുവിധം വിനായകൻ രക്ഷപ്പെട്ടു. പിന്നീട് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് പോലീസ് സ്റ്റേഷൻ വിനായകനെ CISFൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. സിറ്റി പോലീസ് ആക്ട് പ്രകാരം കേസെടുത്തിരുന്നു. CISF ഇൻസ്പെക്ടർ നൽകിയ പരാതിയിലാണ് അന്ന് പോലീസ് കേസെടുത്തത്. CISF കൈകാര്യം ചെയ്തെന്നും ഇല്ലെന്നും 2 വാർത്തകൾ പരന്നിരുന്നു. പിന്നീട് താരത്തെ ജാമ്യത്തിൽ വിടുകയാണുണ്ടായത്. ഹൈദരാബാദിൽ വെച്ച് കാട്ടിയ ഈ വൃത്തികേട് അവിടെ നിൽക്കട്ടെ. ഒരിക്കൽ ഗോവയിലെ ഒരു കടയിൽ ചെന്ന് കയറി ഇയാൾ കടക്കാരനെ മർദ്ദിക്കാനൊരുങ്ങുകയും പച്ചത്തെറി വിളിച്ചുകൂവുകയും ഒക്കെ ചെയ്തു. ഗോവയിലെ ഒരു ഭക്ഷണശാലയുടെ മുന്നിൽ നിന്ന് പച്ചത്തെറി വിളിക്കുന്ന വിനായകന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ദിവസം വൈറലായി. ഭക്ഷണശാലയിലെ ആളുകളെ ഇംഗ്ലീഷിൽ പച്ചത്തെറി വിളിക്കുന്നു. അടുത്തു നിന്ന് ചിലർ പിറുപിറുക്കുന്നുണ്ട് ജയിലർ സിനിമയിലെ വില്ലനാണെന്ന്. ഇയാളുടെ പച്ചത്തെറി വിളി ആരോ മൊബൈൽ ഫോണിൽ പകർത്തി. പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. വ്യക്തിപരമായ കാര്യങ്ങൾക്കാണ് വിനായകൻ ഗോവയിൽ പോയത് എന്ന് പിന്നീട് വിനായകൻ തന്നെ ചിലരോടൊക്കെ പറഞ്ഞു.
ഗോവയിലെ ഭക്ഷണശാലയിലെ ആളുകളുമായി ഒരു വാക്കുതർക്കമുണ്ടായി. എന്താണ് കാരണമെന്നത് വിനായകന് പോലും വ്യക്തമല്ല. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിക്കുന്ന ഒരു വീഡിയോ. അന്ന് വിനായകനെതിരെ ചീത്ത പറയാത്ത മലയാളികളുണ്ടാവില്ല. അത്ര വലിയ അധിക്ഷേപമാണ് മരിച്ചുപോയ ഉമ്മൻചാണ്ടിയുടെ നേർക്കന്ന് അയാൾ കാട്ടിയത്. ആരാണ് ഈ ഉമ്മൻചാണ്ടി? എന്തിനാണോ 3 ദിവസമൊക്കെ അവധി നിർത്തിയിട്ടിപ്പോ പത്രക്കാരോടാ പറയുന്നേ? ഉമ്മൻചാണ്ടി ചത്ത്, അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ അച്ഛനും ചത്തു, നിങ്ങളുടെ അച്ഛനും ചത്തു, അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? നല്ലവനാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും ഞാൻ വിചാരിക്കില്ല. കരുണാകരന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ല ഇയാൾ ആരൊക്കെയാണെന്ന്. അന്നും വിനായകനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു. ചലച്ചിത്ര ലോകത്തും ചില വിമർശനങ്ങൾ വിനായകനെതിരെ ഉയർന്നു വന്നു. എന്നിട്ടും ഇയാൾ തൻ്റെ സൂര്യവികാരം തുടരുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന ഭാവം അയാളെ വീണ്ടും ധാർഷ്ട്യത്തിനുടമയാക്കി. ഒരിക്കൽ അർദ്ധരാത്രി കൽപ്പാത്തി ക്ഷേത്രത്തിലെത്തിയ വിനായകൻ അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്ന ആ രംഗം. അർദ്ധരാത്രിയിൽ താരത്തിന് ക്ഷേത്രത്തിൽ കയറണം പോലും. ഷൂട്ടിംഗ് പൂർത്തിയാക്കി മടങ്ങുമ്പോഴാണ് താരം ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രത്തിന്റെ നടയൊക്കെ അടച്ച ശേഷം കൽപ്പാത്തിയിൽ എത്തിയതായിരുന്നു നടൻ. തുടർന്ന് ക്ഷേത്രത്തിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞ് അവിടെ കിടന്നൊച്ച വെച്ചു. ഞാൻ എൻ്റെ ഭഗവാനെ കാണാൻ എത്തിയതാണ്. 2 ദിവസം മുൻപാണ് ഷൂട്ടിങ്ങിനായി ഇവിടെ എത്തിയത്. രാത്രി 8:30-ക്ക് ഷൂട്ടിംഗ് പൂർത്തിയായെന്നും അതിനാൽ ഭഗവാനെ കാണാൻ എത്തിയതാണ് എന്നൊക്കെ വിനായകൻ അവിടെ കിടന്ന് പുലമ്പി. ക്ഷേത്രം അടച്ചുവെന്നും ഇനി കയറാൻ കഴിയില്ല എന്നും ക്ഷേത്ര ഭാരവാഹികൾ വിനായകനോട് പറയുന്നു. പിന്നീട് നടന് ക്ഷേത്രത്തിൽ വിലക്ക് ഏർപ്പെടുത്തി എന്ന തരത്തിൽ ചില വാർത്തകൾ പരന്നു. ഇതൊക്കെയാണ് വിനായകന്റെ സ്ഥിരം ശൈലി. ഒരിക്കൽ ഒരുത്തി എന്ന സിനിമയുടെ പ്രചരണാർത്ഥം മാധ്യമപ്രവർത്തകരുമായി സംവദിക്കുമ്പോൾ വിനായകന്റെ ഒരു വിവാദ പരാമർശം. എന്താണ് മീറ്റു എന്ന് തനിക്കറിയില്ല. 10 സ്ത്രീകളുമായി താൻ ശാരീരിക ബന്ധം പുലർത്തിയിട്ടുണ്ട്. അതെല്ലാം അവരുടെ സമ്മതത്തോടെയാണ്. അത് മീറ്റുവാണെങ്കിൽ ഇനിയും ചെയ്യും. താല്പര്യം തോന്നുന്ന സ്ത്രീയോട് ഇനിയും സമ്മതം ചോദിക്കുമെന്നും അന്ന് വിനായകൻ തുറന്നടിച്ചു. സ്ത്രീവിരുദ്ധവും അപലപനീയവുമാണ് വിനായകന്റെ ഇത്തരം പരാമർശങ്ങളെന്ന് അന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു. വിനായകനെതിരെ എന്തു വിമർശനങ്ങൾ ഉണ്ടായാലും അയാൾക്ക് ഒരു ഉളുപ്പുമില്ല. അതാണ് അയാളുടെ ശൈലി. പിന്നീടൊരിക്കൽ വയനാട്ടിലെ ദളിത് സാമൂഹ്യ പ്രവർത്തകയെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്ന പരാതിയിൽ വിനായകനെതിരെ ഒരു കേസ്. തനിക്ക് ആഗ്രഹം തോന്നുന്ന സ്ത്രീകളോട് ലൈംഗിക ബന്ധത്തിന് തയ്യാറാണോ എന്ന് ചോദിക്കുമെന്ന പരാമർശം അന്ന് വലിയ വിവാദങ്ങൾ വിളിച്ചു വരുത്തി. സാമൂഹിക മാധ്യമങ്ങളിൽ വനിതാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ വിനായകൻ വിമർശിച്ചിട്ടുണ്ട്, അധിക്ഷേപിച്ചിട്ടുണ്ട്. ഒരു വനിതാ ഇന്റർവ്യൂവറെ വിനായകൻ അധിക്ഷേപിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിരുന്നു. ഏറ്റവും ഒടുവിലാണ് നടൻ വിനായകൻ നഗ്നതാ പ്രദർശനം നടത്തുന്ന ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നു. ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ വെച്ച് വസ്ത്രമൂരിക്കാട്ടുന്ന വിനായകന്റെ ദൃശ്യങ്ങളാണ് വൈറലായിരിക്കുന്നത്. കൂടെ പച്ചത്തെറിയും. എതിർവശത്തുള്ള കെട്ടിടത്തിൽ നിന്നാണ് വീഡിയോ പകർത്തിയിരിക്കുന്നത്. വീഡിയോയുടെ സ്ക്രീൻഷോട്ട് വിനായകൻ തന്നെ സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. നഗ്നതാ പ്രദർശനത്തിനൊപ്പം ആളുകളെ അസഭ്യം പറഞ്ഞു എന്ന ആരോപണവും ഇപ്പോൾ വിനായകനെതിരെ. ഇതിന്റെയൊക്കെ പേരിൽ വിനായകനെതിരെ കേസെടുക്കാൻ ഈ ഭരണകൂടത്തിന് പോലീസിന് ആർജവമുണ്ടോ? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.